നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, ഭാവനയ്ക്കൊരു ആപത്തും വരുത്താതെ അവളെ എത്രയും വേഗം തിരിച്ചു തരണേ. ഞാൻ അവളോട് തിരിച്ചു പോകാൻ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യത്തിന് അച്ഛാ. അതൊന്നും അവളൊരു കാരണമാക്കത്തില്ലെന്നറിയാം. എന്നാലും എന്റെ മനസ്സിനൊരു സമാധാനമില്ല അച്ഛാ. അച്ഛാ, അവൾക്ക് പിന്നാലെ എപ്പോഴും ശത്രുക്കളുണ്ട്. അവളെ ആരും അപായപ്പെടുത്താതെ കാത്തോളണേ അച്ഛാ. സീതോട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഭാവനേച്ചി എങ്ങും പോയില്ല. ഇത് മറ്റെന്തോ കാരണമാകും. അതെ സീതയോട്ടാ, ഇത് ഉറപ്പായിട്ടും ഭാവനേച്ചി ആരോ പിന്തുടർന്ന് കെണിപ്പെടുത്തിയതാവാനായിരിക്കും ചാൻസ്. എന്റെ മനസ്സും അങ്ങനെ തന്നെ സീതോട്ട പറയുന്നത്. ഭാവന ഇതിനു മുമ്പും പലരും അപായപ്പെടുത്താൻ നോക്കിയിട്ടുള്ളതല്ലേ. ഞാനങ്ങനെ പറഞ്ഞോണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല മായേ. മനസ്സ് വല്ലാത്തൊരു അവസ്ഥയില്ല. ഇതാരോ ബുദ്ധിപൂർവം ഭാവനേച്ചി ട്രാപ്പിലാക്കിയതാവും. ചിലപ്പോ ഭാവനേച്ചി അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. സംശയിക്കാൻ പോയ ഒരുപാട് പേരുണ്ട് ഭാമേ. എനിക്കിപ്പോഴും അജയനെ സംശയം. അയാൾ തന്നെ എനിക്ക് ഇതിന്റെ പിന്നില്. എന്നാ അയാളുടെ കാര്യത്തില് സൂര്യേട്ടൻ തന്നെ ഒരു തീരുമാനം എടുത്തോളും. അല്ല, അമ്മയോടാ മായ? അമ്മയും ഭാനുവും കൂടി അമ്പലത്തിൽ പോയിരിക്കുക സേതോട്ട. ഇപ്പൊ വരും. സേതോട്ടൻ വിഷമിക്കാതെ. സൂര്യൻ ഭരത്തും പോയിരിക്കല്ലേ, എന്താന്നറിയാലോ. എന്റെ കൈയും കാലവും ചലിക്കുന്നില്ല മായ. മനസ്സൊക്കെ ആകെ ഒന്ന് മരവിച്ചതുപോലെ. സേതോട്ടൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. അരുന്ധതി, നീ ഭരത്തിനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ശരി ചേച്ചി. അഭിയോട് നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ബാമേ? പറഞ്ഞു ചേച്ചി, അഭിയെ അന്വേഷിക്കാന്ന് പറഞ്ഞു. ആരോടെന്നൊക്കെ പറഞ്ഞ അന്വേഷിക്കുന്നേ? അരുന്ധതി, ഭരതേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് അരുന്ധതി. ഭാവനേച്ചി പോയ കാറിനെ മറ്റൊരു കാറ് വന്ന് ക്രോസ് ചെയ്ത് നിർത്തുന്നതിന്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. സൂര്യേട്ടൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയിരിക്കുക. ആ മാനസയുടെ അച്ഛനെ സൂര്യേട്ടന് സംശയമുണ്ട്. പിന്നെ എന്തായാലും നീ ഇതിപ്പോ അവിടെ ആരോടും പറയണ്ട കേട്ടോ. സേതോട്ടും വയലന്റ് ആവും. ഞാൻ എന്താ വരുന്നു. ശരി ഭരതേട്ടാ. ശരി. അമ്മേ, 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 അമ്മേ. എന്താടാ, എന്തായി? ഭാവനയെ കണ്ടോ? അമ്മേ, ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ സംഭവിക്കുന്നൊക്കെ വേറെ ആയിരിക്കും. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലച്ചാ, ഭാവനയ്ക്ക് എന്തോ ചതി പറ്റിയതാ. ഭാവന പോയ കാറിനെ ആരോ ഫോളോ ചെയ്യുന്നതിന്റെ CCTV ഫുട്ടേജും പോലീസിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഭാവന പോയ സമയം മുതല് ഭാവനയുടെ വീടിന്റെ കുറച്ചപ്പുറം വരെ ആ കാറുണ്ടായിരുന്നു. അവിടെ വെച്ച് മറ്റൊരു കാർ വന്ന് ക്രോസ് ചെയ്യുന്നത് വരെ വ്യക്തമാണ്. അപ്പൊ കൃത്യമായും ഭാവന ഇവിടുന്ന് പുറപ്പെട്ട കാര്യം ആരോ കിഡ്നാപ്പേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അമ്മയുടെ ഏട്ടനവിടെ, അയാളെ വിളിക്ക്. അതെന്തിനാടാ? അമ്മ വിളിക്ക്. ഞാനിവിടെ ഉണ്ട്. എന്താ സൂര്യ? എല്ലാം ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കായിരുന്നല്ലേ. അച്ഛാ, ഇയാൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു ന്യൂസും പുറത്തോട്ട് പോകില്ല. ന്യൂസോ? എവിടെ? തന്റെ ഫോൺ എടുക്ക. ഫോണോ? അതെന്തിനാ? തന്റെ ഫോൺ എടുക്കാൻ. ഫോൺ എന്തിനാന്ന്? ഫോൺ എന്തൊക്കെയാടാ?
ചേട്ടാ. എനിക്കറിയാം അയ്യ. കുറച്ചു മുമ്പ് താൻ എന്തിനാ അനിരുദ്ധനെ വിളിച്ചത്? ഞാനോ? അത് ഞങ്ങൾ ബിസിനസിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഇന്നലെ വൈകുന്നേരം വിളിച്ചതോ? അജയ തന്നോട് ചോദിച്ചു കേട്ടോ, പറഞ്ഞോ എന്തിനാ വിളിച്ചെന്ന്? അത് അതൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പ്രോപ്പർട്ടിയുടെ കാര്യം. സൂര്യ, കള്ളം എടാ പറയുന്നു. സൂര്യ, എന്താ ഇത്? സൂര്യ. സൂര്യ, തന്നെ ഞാൻ കൊടുക്കും. ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് പോകാതെ ദേവേട്ടാ. ദേ, എന്നെ തനിക്കറിയാലോ, തീർക്കും ഞാൻ. ഞാൻ പറഞ്ഞാണ് സത്യം, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടാ, എന്തെങ്കിലും ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പറ. ബുദ്ധിമോശം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ജീവിച്ചിരിക്കില്ല. ഞാൻ അനിരുദ്ധനെ തന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പോവാ. അയ്യോ, താൻ അയാളോട് സംസാരിക്കും, അറിയണമല്ലോ. എന്താ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അത് ഇപ്പൊ വിളിച്ചാൽ അയാളെ കിട്ടത്തില്ല. കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മോനെ, വേണ്ട മോനെ. ഇപ്പൊ കിട്ടത്തില്ല, അയാൾ എടുക്കത്തില്ല. അജയൻ വിവരമറിയാൻ വേണ്ടി വിളിക്കുക. തൽക്കാലം എന്റെ ആൾക്കാർ തന്നെ ഭാവന തട്ടിക്കൊണ്ടുപോയെന്നിരിക്കട്ടെ. ഹലോ അജയ. എന്താ അജയ ഒന്നും മിണ്ടാത്തെ? പറയണോ? അനിരുദ്ധ, നീ ഇപ്പൊ എവിടാ? അജയന്റെ ശബ്ദത്തിനെന്തോ വ്യത്യാസമുണ്ടല്ലോ. ഇനി അജയനെ പൊക്കിയിരിക്കൂ. ഇനി ബുദ്ധിപൂർവ്വം സംസാരിക്കണം. അജയ സംസാരിക്ക. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ല. അവനുടെ കാര്യം പറയൂ. അനിരുദ്ധ, എന്താണെന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് അനിരുദ്ധ. എന്തിനാ താൻ എന്നെ വിളിച്ചേ? അനിരുദ്ധ, ഭാവനെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ല. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. മറ്റാരൊക്കെയോ അജയനോടൊപ്പം ഉണ്ട്. വിട്ടേക്കൻ, ഞാൻ പോട്ടെ. മോനെ, ബാക്കിയും കൂടെ പറയണോ? എനിക്കങ്ങ് പേടി തോന്നുന്നു അനിരുദ്ധ. ഇനി എന്നെ എങ്ങാനും സംശയിക്കുമെന്നാ എന്റെ പേടി. നീ എന്തിനാ അജയെ പേടിക്കുന്നത്? നീ അല്ലല്ലോ അവളെ ഇവിടെ നിന്ന് മാറ്റിയത്. ചോദിക്കൂ. അനിരുദ്ധ, നമ്മളെ രണ്ടുപേരെ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ടേ ഇനി അങ്ങനെ വല്ല സംശയവും ഇവർക്ക് തോന്നുവോ? അങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാൽ ആരെയൊക്കെ സംശയിക്കണം അജയ? ഈ പറയുന്ന സൂര്യയുടെ അമ്മ അവരെ സംശയിക്കണ്ടേ? ആ സ്ത്രീയല്ലേ ഭാവന ഒഴിവാക്കിയിട്ട് സൂര്യയെ കൊണ്ട് നിന്റെ മോളെ താരകെട്ടിക്കാൻ നോക്കിയത്. അതുകൊണ്ട് ആദ്യം അവരെ ചോദ്യം ചെയ്യാൻ പറ. ചിലപ്പോഴേ കള്ളം കപ്പലിൽ തന്നെ കാണും.